എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടും തമ്മിൽ മീൻ പിടിച്ചിട്ട് പരിപ്പ് കറി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കുറച്ച് പേർക്ക് വേണ്ടി ഞാൻ പറയാം. ഞാനിന്നൊരു ബംഗാളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ പേര് മachh'er matha diye moong dal എന്നാണ്. കേൾക്കുമ്പോൾ വലിയ പേരായിട്ട് തോന്നും, പക്ഷെ കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പം നമുക്ക് എന്താണ് ഈ കറി നോക്കാം. machh'er matha എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് ഹെഡ് വെച്ചിട്ട് നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമ്മളിവിടെ ഈ ഒരു കറിയിൽ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഫ്രഷ് വാട്ടർ ഫിഷാണ് ഈ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ കട്ട്ല മീൻ കേട്ടിട്ടുണ്ടാവില്ല അവർ. അപ്പോൾ കട്ട്ലയുടെ തല അല്ലെങ്കിൽ റോഹു അല്ലെങ്കിൽ റൂപ്ചന്ദ് ഇങ്ങനത്തെയൊക്കെ മീനുകളുടെ തലയാണ് നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു ബംഗാളി കറി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഭയങ്കര ടേസ്റ്റുള്ള കറിയാണ്. കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വീടായിട്ട് തോന്നും. മീനും പരിപ്പും കൂടി അതെങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് ആണെന്നൊക്കെ വിചാരിക്കണം. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. ഞാനത് ആദ്യമായിട്ട് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാധാരണ ഞങ്ങൾ ഈ ഫിഷ് വാങ്ങുമ്പോൾ ഇതിൻ്റെ ഹെഡ് കറി ചെയ്യാറ്. കാരണം അതിൽ പ്രത്യേകിച്ച് മീറ്റൊന്നുമില്ല. അത് വെറുതെ എടുത്ത് വറുത്ത് കഴിഞ്ഞാൽ ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഈ ഒരു റെസിപ്പി എനിക്ക് എൻ്റെ ചേച്ചിയുടെ വീഡിയോ ആ ഒരു റെസിപ്പി വെച്ച് പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഈ ഫിഷ് ഇതിനു വേണ്ടി ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഈ ഒരു ഫിഷ് വാങ്ങിയിട്ട് ഈ ഒരു ബംഗാളി കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് 1/4 കപ്പ് മൂങ് ദാൽ, നമ്മുടെ പരിപ്പാണ് കേട്ടോ അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് കുക്കറിൽ വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക. പിന്നീട് മീനിൻ്റെ തല അതിൽ ഉപ്പും മഞ്ഞളും മുളകും ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. ഇനി ആ വറുത്തെടുത്ത എണ്ണയും കൂടെ കുറച്ചും കൂടി നല്ലെണ്ണയും ഒഴിച്ച് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ 2 ഉണക്കമുളകും അതിൻ്റെ കൂടെ ഒരു കറുവപ്പട്ടയുടെ ഇലയും ഇട്ട് കൊടുത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോൾ 1 കപ്പ് സവാള കൊത്തി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സവാള ഒന്ന് വഴണ്ടി വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കറി എന്ന് പറയുന്നത് ബംഗാളി കുസീനിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ദാൽ കറിയാണ്. ഭയങ്കര ടേസ്റ്റുള്ള ദാൽ കറിയാണ്. അപ്പോൾ അവരുടെ കല്യാണ സദ്യകളിലും അതുപോലെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കറിയാണത്. സവാള വഴണ്ടി വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറി കിട്ടണ വരെ നമുക്ക് അത് ചേർത്ത് ഇളക്കണം. അതിന് ശേഷം 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്ന വരെ നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം 1 കപ്പ് നല്ല പഴുത്ത തക്കാളി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ തല എടുത്തിട്ട് നമ്മൾ ഒരു അമ്മിയുടെ കുഴലുകൊണ്ട് നന്നായി ചതച്ച് കൊടുക്കുക. നന്നായി ചതച്ചതിന് ശേഷം നമുക്കിത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. മീനിൽ ആ മസാലയൊക്കെ പിടിക്കും വിധം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളപ്പോൾ നേരത്തെ മൂങ് ദാൽ വേവിക്കാൻ വെച്ചത് അത്യാവശ്യം വെന്തിട്ടുണ്ട്. അതിങ്ങനെ ഓരോ പരിപ്പും വിട്ടിട്ട് അതിൻ്റെ ഷേപ്പ് കാണുന്ന രീതിയിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. വല്ലാതെ ഉടഞ്ഞു പോകുന്ന രീതിയിലാകരുത്. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മൂങ് ദാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ആ മസാലയുടെ കൂടെ വീണ്ടും ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എത്ര കൺസിസ്റ്റൻസിയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഈ കറി അധികം തിക്കാവാനും പാടില്ല, എന്നാൽ അധികം ലൂസ് ആവാനും പാടില്ല. ആ ഒരു ലെവലിൽ വേണം ഈ കറി ഉണ്ടാക്കുവാൻ. എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുകയുള്ളൂ. കറി ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി machh'er matha diye moong dal റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഗാർണിഷിങ് ചെയ്യാനായിട്ട് 2 ലെമൺ വെഡ്ജസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് കറി ചോറിൻ്റെ ഒപ്പമായാലും അതും ചപ്പാത്തിയുടെ ഒപ്പമായാലും എന്തിൻ്റെ ഒപ്പമായാലും നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മുടെ സാധാ കുത്തിരി ചോറിൻ്റെ ഒപ്പമായാലും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ റെസിപ്പി? വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു കറിയല്ലേ ഇത്. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസിൽ അറിയിക്കണം. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒന്നായിരിക്കും. ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ബംഗാളീസിൻ്റെ ഇടയിൽ അവരുടെ ഏറ്റവും ഫേവറേറ്റ് ദാൽ കറിയാണെന്ന് പറയുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പോൾ
എന്താ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.